സ്പോർട്സ് റേഡിയോ മലയാളത്തിന്റെ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ്സ് ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ 4ാം T20യുമായി ബന്ധപ്പെട്ടതാണ്. സിംബാബ്വെയെ 10 വിക്കറ്റിന് തകർത്ത് ഒരു മത്സരം ബാക്കി നിൽക്കെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ ക്യാപ്റ്റൻ റാസയുടെ ബാറ്റിംഗ് കരുത്തിൽ നിശ്ചിത 20 ഓവറിൽ 152 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ വിക്കറ്റ് നഷ്ടം കൂടാതെ 15 ഓവറിൽ ലക്ഷ്യം മറികടന്നു. 93 റൺസ് എടുത്ത ജയ്സ്വാളാണ് കളിയിലെ താരം. ക്യാപ്റ്റൻ ഗിൽ 58 റൺസ് എടുത്തു. ഇന്നാണ് 5ാം T20. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് വേൾഡ് ചാമ്പ്യൻസ് ഓഫ് ലെജൻഡ്സ് 2024യുമായി ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാനെ ഫൈനലിൽ 5 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ചാമ്പ്യന്മാരായി. ആദ്യ ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ചാമ്പ്യൻസ് നിശ്ചിത 20 ഓവറിൽ 186 റൺസ് നേടി. മാലിക് 41 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ചാമ്പ്യൻസ് ലക്ഷ്യം 5 ബോൾ ബാക്കി നിൽക്കെ മറികടന്നു. അമ്പാടി റായുഡു അർദ്ധ സെഞ്ചുറി നേടി. റായുഡു തന്നെയാണ് കളിയിലെ താരം. ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച യൂസഫ് പത്താനാണ് ടൂർണമെന്റിന്റെ താരം. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് IPLയുമായി ബന്ധപ്പെട്ടതാണ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഹെഡ് കോച്ച് സ്ഥാനം രാജിവെച്ച് പോണ്ടിങ്. ഡൽഹിയുടെ IPLലെ മികച്ച പ്രകടനങ്ങൾ പലതും പോണ്ടിങ്ങിന്റെ കീഴിലായിരുന്നു. 2018 മുതൽ ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന പോണ്ടിങ് ഡൽഹിയെ IPL ചരിത്രത്തിൽ ആദ്യമായി ഫൈനൽ വരെ എത്തിച്ച കോച്ചാണ്. ഒഫീഷ്യലായി പുതിയ പരിശീലകനെ ഡൽഹി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഗാംഗുലിയാകും അടുത്ത കോച്ചെന്നാണ് റിപ്പോർട്ട്. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് വെളുപ്പിനെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ കാനഡയെ പെനാൽറ്റി മറികടന്ന് ഉറുഗ്വേ വിജയിച്ചു. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമും 2-2 സമനില പാലിച്ചപ്പോൾ പെനാൽറ്റി ഉറുഗ്വേ ജയിച്ചു കയറി. രണ്ടാം പകുതിയുടെ ഇഞ്ചറി ടൈമിൽ സൂപ്പർ താര സുവാരസ് നേടിയ ഗോൾ കളിയിൽ നിർണായകമായി. നാളെ വെളുപ്പിന് 5:30 ഫൈനലിൽ അർജന്റീന കൊളംബിയയെ നേരിടും. ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് ഇംഗ്ലണ്ട് വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് 2ാം ടെസ്റ്റ് മത്സരവുമായി ബന്ധപ്പെട്ടതാണ്. വിരമിച്ച ഇതിഹാസ താരം ആൻഡേഴ്സണിന് പകരം മാർക്ക് വുഡിനെ ഇംഗ്ലണ്ട് ടീമിൽ ഉൾപ്പെടുത്തി. അവസാനമായി താരം ഒരു ടെസ്റ്റ് മത്സരം കളിച്ചത് മാർച്ചിൽ ഇന്ത്യക്കെതിരെയായിരുന്നു. വ്യാഴാഴ്ചയാണ് 2ാം ടെസ്റ്റ് മത്സരം തുടങ്ങാൻ പോകുന്നത്. ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് വിജയിച്ചിരുന്നു. കായിക ലോകത്തിലെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.